നീണ്ട 34 വർഷങ്ങൾക്കപ്പുറം ഇന്ത്യക്ക് ഒരു എഡ്യൂക്കേഷൻ പോളിസി അപ്ഗ്രേഡ് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അവസാനമായ സമഗ്രമായ ഒരു വിദ്യാഭ്യാസ നയമാറ്റം ഉണ്ടായത് 1986-ലാണ്. അത് കഴിഞ്ഞ് ഇന്ന് 2020-ലാണ് നമുക്ക് പുതിയൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നിരിക്കുന്നത്. ഏതാണ്ട് 26 കോടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ റെവല്യൂഷനൈസ് ചെയ്യും എന്നുള്ളതാണ് ഈ പോളിസി മുന്നോട്ട് വയ്ക്കുന്ന BJP സർക്കാരിൻ്റെ വാദം. എന്നാൽ വിവാദങ്ങൾക്കും ഒട്ടും കുറവല്ല. മറുപക്ഷത്ത് നിൽക്കുന്ന പ്രതിപക്ഷവും മറ്റു കക്ഷികളും പറയുന്നത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ ഹിന്ദുത്വ അജണ്ട പുഷ് ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യമെന്നാണ്. എല്ലാത്തിനും ഉപരിയായി ഇതുവരെ എതിർത്ത് നിന്ന് കേരളം ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് കേരളം സൈൻ ചെയ്തത്? വിവാദങ്ങളുടെ വസ്തുത എന്താണ്? ഈ വിഷയത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഇതുവരെ നമ്മൾ കണ്ടു പരിചയിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും ടോട്ടലി ഡിഫറൻ്റായ ഒരു വിദ്യാഭ്യാസ രീതിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വയ്ക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ സ്കൂളുകളിൽ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, ഞാനൊക്കെ പഠിച്ചിരുന്നതും ഇപ്പോൾ ഉള്ളതുമായ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ LKG UKG കുട്ടി സ്കൂളിൽ പോകുന്നു, അംഗൻവാടിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലോ പോകുന്നു. 1-ാം ക്ലാസ് മുതലാണ് ശരിക്കുള്ള എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10-ാം ക്ലാസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് 10-ാം ക്ലാസ്സിലൊരു മെയിൻ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മൾ +1 +2ലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 12-ാം ക്ലാസ്സിലൊരു മെയിൻ പരീക്ഷ. പിന്നീട് നമുക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാം, അല്ലാതെയുള്ള അഡ്മിഷൻ എക്സാംസ് എല്ലാം തന്നെ. ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിചയിച്ചിരുന്നതും ഫോളോ ചെയ്യുന്നതുമായ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം. എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രകാരം ഇത് കംപ്ലീറ്റ്ലി മാറുകയാണ്. ഒന്നാമതായി ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുക. ഫൗണ്ടേഷണൽ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 5 വർഷം ഒരു കുട്ടിക്ക് 3 വയസ്സ് തൊട്ട് 8 വയസ്സ് വരെയുള്ള സമയം, ആ സമയത്ത് കുട്ടി ഒരു ഫൗണ്ടേഷണൽ ലേണിംഗ് കിട്ടുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ആദ്യത്തെ ഘടകം. എങ്ങനെയാണ് ഫൗണ്ടേഷണൽ ലേണിംഗ് കൊണ്ടുവരുന്നത്? കുട്ടികൾക്ക് ടോയ്സിലൂടെ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഗെയിംസിലൂടെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും പാശ്ചാത്യ രാജ്യങ്ങളിലും ഫോളോ ചെയ്ത് വരുന്ന രീതിയാണ്. പല വിദ്യാഭ്യാസ പേരുകൾ ഇതിനുണ്ട്. മോണ്ടിസേരി എഡ്യൂക്കേഷൻ പോലുള്ള എഡ്യൂക്കേഷൻ സമ്പ്രദായമാണ്. അതായത് കുട്ടികൾക്ക് പോയി ഒരു എൻജോയ്മെൻറ്റിലൂടെ പഠനം നടത്തുക എന്നുള്ളതാണ്. വെറുതെ പഠിക്കുക എന്നുള്ളത് ഒരു ആദ്യമേ തന്നെ ആവശ്യമില്ലാത്തൊരു ബലം കുട്ടിയുടെ മേലെ കൊടുത്ത് അതൊരു പീഡാനുഭവമായി മാറ്റാതെ കുട്ടികൾ വളരെ ലൈറ്റായിട്ട് സ്കൂളിൽ പോവുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് തിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ക്ലാസ് റൂമുകളുടെ ഡിസൈൻ, ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് എല്ലാം തന്നെ മാറുകയാണ്. ക്ലാസ് റൂമുകൾക്കൊരു പ്രത്യേക ഡിസൈൻ വേണം. ആ ക്ലാസ് റൂമുകളിൽ സയൻസുമായി ബന്ധപ്പെട്ട പല കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളും പിന്നെ നിബന്ധനകളും ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത് 5 വർഷമാണ്, 5. ഇനി അടുത്ത 3 വർഷം, അതായത് 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള സമയം. 8 വയസ്സ് ഒരു 11 വയസ്സ് വരെ ഏതാണ്ട് ഒരു അപ്പർ പ്രൈമറി, 2-ാം ക്ലാസ് തൊട്ട് അങ്ങോട്ടുള്ളൊരു 3 വർഷമാണ്. 3-ാം ക്ലാസ് തൊട്ട് അങ്ങോട്ടുള്ള 3 വർഷമാണ്. അത് ഒരു അപ്പർ പ്രൈമറി എന്നുള്ള പോലെ, അല്ലെങ്കിൽ ഒരു പ്രൈമറി എന്നുള്ള, അപ്പർ പ്രൈമറി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് 7-8 ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് കൂടുതലും ഈ ടോയ്സിൽ നിന്നും ഒരു നെക്സ്റ്റ് ലെവൽ ലാബുകളിൽ പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, വെർച്വൽ റിയാലിറ്റിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആ സമയത്തൊക്കെ പഠിക്കുന്ന ഒരു പ്രധാന കാര്യമായിരിക്കും നമ്മുടെ സൗരയുദ്ധം, സൂര്യനും മറ്റ് ഗ്രഹങ്ങളും എല്ലാം ഉള്ളത്. ഇത് പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ച് പഠിക്കുന്നതും അതിനോടൊപ്പം തന്നെ നമ്മൾ ഇമേജസ് കണ്ടുമാണ് നമ്മൾ സാധാരണ കുട്ടികൾ പഠിക്കുന്നത്. എന്നാൽ ഇന്ന് ടെക്നോളജിയുടെ പിന്നെ വരവോടുകൂടി നമുക്ക് വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ്സ് ഉപയോഗിക്കാം. നമുക്ക് ഭൂമിക്ക് വെളിയിൽ പോയി സ്പേസിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളെ തൊട്ടടുത്ത് നിന്ന് കാണുന്നതിനുള്ള ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജിക്കൽ കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഏജിൽ. മൊത്തത്തിലത് വരുന്നുണ്ട്. ഇത് ഈ ഒരു പീരീഡാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസ്. ഈ 84-ൽ ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നവോദയ സ്കൂളുകൾ പോലുള്ള സ്കൂളുകൾ വന്നത്. ഇപ്പോൾ ഉള്ള ഈ NEPയുടെ ഭാഗമായിട്ട് നമുക്ക് PM ശ്രീ സ്കൂളുകൾ വരുന്നു. 84-ലുണ്ടായിരുന്ന വിദ്യാഭ്യാസ നയത്തിൻ്റെ ആ സമയത്ത് കമ്പ്യൂട്ടറുകളില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇല്ല, മെഷീൻ ലേണിംഗ് ഇല്ല, ഡേറ്റാ സയൻസ് ഇല്ല. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ്ലി കഴിഞ്ഞ് വന്ന ഒരു 20 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിന്ന് എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ടെക്നോളജി സാധനങ്ങൾ കുട്ടികളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ കുട്ടികളുടെ പഠനം കുറച്ചും കൂടെ ലളിതമാക്കുക, അവർക്ക് കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കാൻ സാധിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്.
ഇത് 5+3. പിന്നെ അടുത്തൊരു 3 ഇയേഴ്സാണ്. ഈ അടുത്തൊരു 3 ഇയേഴ്സിലാണ് വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടെ വരുന്നത്. വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കും. ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടിക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഒരു എന്താ പറയുക, ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം കുട്ടിക്ക് വളരെ ചെറിയ വളരെ ചെറിയ ഏജിലെ കുട്ടികൾക്ക് പഠിക്കാനായി സാധിക്കും. ഇത് ഇപ്പോൾ ഗാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ സയൻസും പഠിക്കും. ഫോട്ടോസിന്തസിസ്, എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, ഓക്കെ, ഇതാണ് പിന്നെ സ്റ്റൊമാറ്റ, അതാണ് പ്ലാന്റിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്കൂളുകളിൽ തന്നെ ഉള്ള പിന്നെ ഗാർഡൻ ലാബ്സ് അല്ലെങ്കിൽ ഗാർഡനിൽ പോയിട്ട് അവർ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ എഡ്യൂക്കേഷന് സ്റ്റെപ്പായിട്ടുള്ള ഇൻട്രൊഡക്ടറി ഫാക്ടേഴ്സ് വരുവാണ്. വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് 3 ഇയേഴ്സിലുള്ളത്. ഇനി 5+3+3 ഇനി ഒരു 4 ഉള്ളത്. ആ 4 വർഷം, അതായത് 9th to 12th എന്നുള്ളത് കുട്ടികൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോവുകയാണ്. റോബോട്ടിക്സ്, ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, കോഡിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ മേഖലകളിലോട്ട് എല്ലാം കുട്ടികൾക്ക് ആക്സസ് കിട്ടുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ്, ലാബ്സ്, ട്രെയിനിങ് എല്ലാം തന്നെയും കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പരിചയിച്ച രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമേ അല്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും കമ്പ്യൂട്ടറിൽ പോയി നമ്മളൊന്ന് കോഡ് ടൈപ്പ് ചെയ്യുന്നത്, അടിക്കുന്നത് തന്നെ ഏതാണ്ട് +2 പഠിക്കുമ്പോഴാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരെ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, പൈത്തണും ജാവയൊക്കെ കോഡ് ചെയ്യുന്നു. സോ കുട്ടികൾക്ക് ആ ഒരു ലോകത്തേക്കുള്ള അവർക്കൊരു എൻട്രൻസ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ സമഗ്രമായ ഈ ഒരു പദ്ധതിയിൽ എന്തുകൊണ്ടാണ് ഇത്രയും ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുന്ന ഒരു 25-30 വർഷത്തേക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കും ലോകം മാറാൻ പോകുന്നത്, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടുകൂടി. കാര്യം 90കൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. 90കളിൽ നമ്മളൊരു ഫോൺ കണക്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കണക്ഷൻ കിട്ടാനായിട്ട് 1 വർഷം 2 വർഷം സമയമെടുക്കും. നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുമായിട്ടാണ് നടക്കുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് നോക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT, ക്ലോഡ്, ഡീപ്സീക്ക്, അങ്ങനെയുള്ള AI മെഷീനറീസ് വേറെ. അപ്പോൾ എന്തുമാത്രം ചേഞ്ച് ചെയ്തു ഒരു 30 വർഷത്തിനുള്ളിൽ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ കാര്യങ്ങളിലേക്കെല്ലാം നമ്മുടെ കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ ടെക്നോളജി അഡിക്ഷൻ ഉണ്ടാക്കുക എന്നല്ല, പക്ഷേ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് എൻറ്റയർലി ഉള്ള വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികളെ സമഗ്രമായി വിലയിരുത്തുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു സബ്ജക്റ്റ് എക്സാം, അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കില്ല ഇനി ഇവാലുവേഷൻ. കുട്ടിക്കൊരു 360 ഇവാലുവേഷൻ എന്നാണ് അതിനവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അവിടെ മാത്സ് സർക്കിൾസ് ഉണ്ടായിരിക്കും, ഡിബേറ്റ് സർക്കിൾസ് ഉണ്ടായിരിക്കും, ഡാൻസ് സർക്കിൾ ഉണ്ടായിരിക്കും, മ്യൂസിക് സർക്കിൾ ഉണ്ടായിരിക്കും, സയൻസ് സർക്കിൾ ഉണ്ടായിരിക്കും. ഈ സർക്കിളുകളിലെല്ലാം കുട്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്ത് അതിനായിരിക്കും റിപ്പോർട്ട് കാർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്പോർട്സ് സർക്കിളിൽ മിടുക്കനായിരിക്കും ഒരു കുട്ടി. അപ്പോൾ അവൻ്റെ അഭിരുചി എന്താണ് എന്ന് ആദ്യമേ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അല്ലെങ്കിൽ മ്യൂസിക് ആയിരിക്കും, അല്ലെങ്കിൽ സയൻസ് ആയിരിക്കും. ഏത് മേഖലയിലാണ് ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതലും കഴിവുള്ളത് എന്ന് വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും പാരൻസിനും മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പോൾ ആ ഏരിയയിൽ കൂടുതൽ ട്രെയിനിങ് കൊടുക്കാനും കൂടുതൽ ശ്രദ്ധ ചെലുത്താനുമായി സാധിക്കും. അല്ലാതെ നമ്മൾ ഒരു ലക്ഷ്യമില്ലാതെ 12ാം ക്ലാസ് വരെ പഠിക്കുന്നു, 12ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുന്നു, നമ്മൾ അത് പഠിക്കുന്നു, അത് കഴിഞ്ഞായിരിക്കും നമ്മൾ ആലോചിക്കുന്നു, എനിക്ക് ഇൻട്രസ്റ്റ് മ്യൂസിക്കിലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് സയൻസിലായിരുന്നു, ഞാൻ പഠിച്ചത് പിന്നെ കൊമേഴ്സാണ് എന്നുള്ള രീതിയിൽ. അങ്ങനെ അല്ലാതെ കുട്ടികൾക്ക് ആദ്യമേ ഏത് മേഖലയിലാണ് ഇൻട്രസ്റ്റ് അത് മനസ്സിലാക്കി അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് കാര്യം. അടുത്ത ഒരു 50 വർഷത്തിൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലൊട്ടാകെയുള്ള രാജ്യങ്ങളെക്കാളും വലിയൊരു ഗ്രോത്ത് സ്റ്റോറി ആയിരിക്കും. ബിക്കോസ് അത്രയും പൊട്ടൻഷ്യൽ നമ്മുടെ രാജ്യത്തുണ്ട്. ചെറുപ്പക്കാരായ ആൾക്കാർ, വളർന്നു വരുന്ന ഒരു യങ് ജനറേഷൻ. അപ്പോൾ അവരെല്ലാം കൂടെ വരുന്ന ഒരു ലോകത്തേക്ക് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ആർ എൻലെസ്. അതിന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കണ്ട് ഇപ്പോൾ ശീലിച്ചിട്ടുള്ള റിപ്പോർട്ട് കാർഡ് സിസ്റ്റം പോവുകയാണ്. ഒരു 360 ഇവാലുവേഷൻ ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് വരുന്നത്. ടീച്ചേഴ്സിന് തന്നെ ട്രെയിനിങ്, ടീച്ചേഴ്സായിട്ട് വരണമെങ്കിൽ കമ്പൽസറി 4 ഇയർ BEd ട്രെയിനിങ് നിർബന്ധമാണ്. അതില്ലാതെ വരാനായിട്ട് സാധിക്കില്ല. കേരളത്തിൽ എൻ്റെ ഒരു അറിവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ BEd ട്രെയിനിങ് മാൻഡേറ്ററി ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം
ഒരു സെൻട്രലൈസ്ഡ് ഡിസിഷൻ വരുവാണ്. BEd കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്. പിന്നെ സ്റ്റുഡൻസിൻ്റെ പിന്നെ അക്കാഡമിക് ഇവാലുവേഷൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു ആധാർ ID ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പേഴ്സ് അറിയാം, നമ്മുടെ ഗ്യാസ് കണക്ഷൻ അറിയാം, നമ്മുടെ ഇലക്ട്രിസിറ്റി പരിപാടികൾ അറിയാം. സിംഗിൾ ഐഡൻറ്റിറ്റിയിൽ ഒരു സിറ്റിസനുള്ള എല്ലാ റിലേഷൻഷിപ്പുകളും അറിയാനായിട്ട് സാധിക്കും. അതുപോലെ കുട്ടികൾക്ക് ഒരു സിംഗിൾ ID, അത് ഇംപ്ലിമെൻ്റ് വന്നിട്ടില്ല, വരുമെന്നാണ് അവർ പറയുന്നത്. ഒരു സിംഗിൾ ID, അതിലേക്ക് കുട്ടികളുടെ മാർക്ക് മറ്റു കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നു. അതിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കേന്ദ്ര സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട്. അതിലേക്ക് ട്രാക്ക് ചെയ്യുന്നു. ആ ട്രാക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഓരോ സ്റ്റേജും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് പോകുന്നു. ഇനി ഡിഗ്രി ലെവലിൽ വരുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടൊരു മാറ്റം വരുന്നത്. അതായത് ഡിഗ്രി ലെവലിൽ നമ്മളിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ BTech ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ 4 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് ബാച്ചിലർ ഡിഗ്രി കിട്ടും. ഇടയ്ക്ക് വെച്ച് എങ്ങാനും ഡ്രോപ്പ് ഔട്ടായി പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നും തന്നെയും കിട്ടില്ല. ആ സിസ്റ്റത്തിന് മാറ്റം വരാൻ പോവുകയാണ്. 1-ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്താൽ സർട്ടിഫിക്കറ്റ്, 2-ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്താൽ ഡിപ്ലോമ, 3-ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ BTech അണ്ടർ ഗ്രാജുവേറ്റ്, 4-ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് വിത്ത് റിസർച്ച്. അങ്ങനെ ഒരു സിസ്റ്റം വരാൻ പോവുകയാണ്. അതായത് നമ്മൾ പഠിക്കുന്നത് ഒന്നും വേസ്റ്റായി പോകില്ല. ഇപ്പോൾ ഒരു വർഷം പഠിച്ചു, ഓക്കെ ഇത് എൻ്റെ സബ്ജക്റ്റ് അല്ല എന്ന് മനസ്സിലാകുന്നു, പക്ഷേ എനിക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടി, എനിക്ക് എൻ്റെ ഏരിയ വേറെയാണെന്ന് ഞാൻ മാറിപ്പോയി കഴിഞ്ഞാൽ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ മാറിപ്പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഡിപ്ലോമ കിട്ടും. ആ രീതിയിൽ ഈ ഡിഗ്രി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി മാറുകയാണ്. 1. 2, ഡിഗ്രി എഡ്യൂക്കേഷൻ ക്രെഡിറ്റ് ബേസ്ഡ് ആവുകയാണ്. ക്രെഡിറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഡിഗ്രി എഡ്യൂക്കേഷൻ നമ്മൾ ഇൻറ്റേർണൽസ്, പരീക്ഷയുടെ മാർക്ക് രണ്ടും കൂടെ ചേർത്ത് ക്ലബ് ചെയ്ത് ഒരു മാർക്കാക്കുന്നു. ആ മാർക്ക് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നു, നമ്മൾ ജയിച്ചോ തോറ്റോ തീരുമാനിക്കുന്നു. ഇതിനൊരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് മാറുക ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പോസിബിളാണ്, ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. ഈ ക്രെഡിറ്റ് ബാങ്ക് സിസ്റ്റം വരുന്നതിലൂടെ ഓരോ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇത്ര ക്രെഡിറ്റ് ഈ സ്റ്റുഡൻറ്റിൻ്റെ സെൻട്രൽ ഔട്ട്സ്ഡ് IDയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ക്രെഡിറ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ 2 വർഷം പിന്നെ ഒരു കോളേജ് പഠിക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വേറെ സംസ്ഥാനത്തുള്ളൊരു കോളേജ് പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. കാര്യം എൻ്റെ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ഈ ക്രെഡിറ്റുകളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഇത്ര ക്രെഡിറ്റ് മറ്റേ കോളേജിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് എൻ്റെ ക്രെഡിറ്റ്, ഗ്രേഡ് ബേസ്ഡ് റേറ്റിംഗ് ആണ്, അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രേഡെല്ലാം, എനിക്ക് ഈ കോഴ്സിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇവിടെ സീറ്റ് അവൈലബിൾ ആണ്, എനിക്ക് കിട്ടുമോ? അപ്പോൾ ആ പോസിബിലിറ്റി കുട്ടികളുടെ മുന്നിലേക്ക് ഓപ്പൺ ചെയ്തിടുവാണ്. അത് മാത്രമല്ല, മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷം പഠിച്ചു ഇറങ്ങി, അപ്പോൾ ഈ 2 വർഷത്തെ ക്രെഡിറ്റ് സിസ്റ്റത്തിലുണ്ട്, നമുക്ക് ഡിപ്ലോമ കിട്ടി. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് വന്ന് വീണ്ടും തിരിച്ച് കോഴ്സിന് ജോയിൻ ചെയ്ത് ബാക്കിയുള്ള 2 വർഷം കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ കറൻ്റ്ലി ഉള്ള റിജിഡ്നെസ് കംപ്ലീറ്റ്ലി മാറുവാണ്. വളരെ ഫ്ലെക്സിബിളായ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം കുട്ടികളുടെ മുന്നിലേക്ക് വരുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സിന് ഇതിനനുസരിച്ചെല്ലാം ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനു പുറമെ ഒരു ചേഞ്ചും കൂടെ ഡിഗ്രി എഡ്യൂക്കേഷനിൽ വരാൻ പോകുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു ചേഞ്ചാണ്. ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കിനി മിക്സ് ആൻഡ് മാച്ച് സബ്ജക്ട്സ് എടുക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് വേണ്ടി ചേരുന്നു. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുവാണ്. അപ്പോൾ പഠിച്ചൊരു 2 വർഷമാകുമ്പോൾ എനിക്ക് തോന്നുവാണ് എനിക്ക് എക്കണോമിക്സ് കൂടെ പഠിക്കണം, എനിക്കല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് കൂടെ പഠിക്കണമെന്ന് തോന്നുവാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ആ ബിസിനസ് അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതായത് മെയിൻ സബ്ജക്റ്റിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് സബ്ജക്റ്റ് വേണം മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. ഈവൻ മ്യൂസിക് വരെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് പ്രാക്ടിക്കലി നടന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്കിത് എത്രമാത്രം എഫക്റ്റീവാണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ പ്രോഗ്രാമത്തിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വലിയ വലിയ അഡ്വാൻറ്റേജുകൾ. പിന്നെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് പിന്നെ അഡീഷണൽ സപ്പോർട്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അഡീഷണൽ സപ്പോർട്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ടീച്ചേഴ്സിനുള്ള അഡീഷണൽ ട്രെയിനിങ്, സ്കൂളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമഗ്രമായ മാറ്റം, ലാബുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്കൂളിൽ ക്രിയേറ്റ് ചെയ്യുന്നു, സ്കൂളുകൾ തമ്മിലുള്ളൊരു നെറ്റ്വർക്കിംഗ് കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സമ്പ്രദായവും ഒരു സമഗ്രമായ മാറ്റവും ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പം നമുക്ക് തോന്നും ഇത് ഗംഭീര സാധനമാണല്ലോ എന്ന് തോന്നും. എന്താണ് ഇതിൻ്റെ ചലഞ്ചസ്? അതിലേക്ക് പോവാം. ആദ്യമായിട്ട് ഇന്ത്യയുടെ GDPയുടെ 3 മുതൽ 4% വരെയാണ് എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം അത് ഏതാണ്ട് 6% ഉയർത്തുകയാണ്. ഒരു വലിയ ഇൻക്രീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് 26 കോടി കുട്ടികളാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കീഴിൽ വരാൻ പോകുന്നത്.
അപ്പോൾ അതിന് ഈ ലാബുകൾ, ഈ സമഗ്രമായ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റ്സുകളും പിന്നെ ഫണ്ടിങ് വേണം. ആ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ GDP-യുടെ 6% ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ സ്പെൻഡിങ് കൂട്ടുന്നത്. ശരിക്കും അത്രയും വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം. നമ്മൾ എത്രമാത്രം കാശ് എഡ്യൂക്കേഷണൽ സ്പെൻഡിങ്ങിന് നമുക്ക് ചിലവാക്കാൻ സാധിക്കുമോ അത്രമാത്രം നല്ല ഔട്ട്പുട്ട് സ്കൂളുകളിൽ നിന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എവിടെ നിന്നാണ് നെക്സ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീനും സ്റ്റീഫൻ ഹോക്കിങ്സും അല്ലെങ്കിൽ CV രാമനും ശ്രീനിവാസ രാമാനുജനും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മാക്സിമം ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതൊരു വലിയ പോയിൻ്റാണ്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ അത്രയും ഫണ്ട് കണ്ടെത്തുക, ആ ഫണ്ട് വളരെ ട്രാൻസ്പാരൻ്റായിട്ട് സ്റ്റേറ്റുകളിൽ എത്തിക്കുക. ആ സ്റ്റേറ്റുകളിലെ കയ്യിൽ ആ കാശ്, കാരണം എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഒരു കൺകറൻറ്റ് ലിസ്റ്റിലുള്ള അഫെയറാണ്, അത് സ്റ്റേറ്റിൻ്റെ അഫെയറാണ്. അപ്പോൾ ആ സ്റ്റേറ്റുകളിലേക്ക് അത് എത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇത് നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്, കേരളം എന്തുകൊണ്ടാണ് ഇതിൽ ഒപ്പിട്ടതെന്ന്. അത് ഞാൻ ഈ അടുത്ത സെഗ്മെൻറ്റിൽ അത് പറയാം, ഇത് ഫോളോ ചെയ്ത് വരുന്ന സാധനത്തിൻ്റെ അത്. അപ്പോൾ എന്തായാലും ഈ ഫണ്ടിങ് ഒരു വലിയ വിഷയമാണ്. പിന്നെ ഒന്ന് ട്രെയിനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സമഗ്രമായി മാറുകയാണ്, കംപ്ലീറ്റ് സിസ്റ്റം ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിനെ എങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യും? ടീച്ചേഴ്സിനെ ഹോളിസ്റ്റിക്കലി ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം, അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തണം. അതൊരു വലിയ ഒരു മൾട്ടി ഇയർ എഫേർട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ ഇതാണ് പുതിയ എഡ്യൂക്കേഷൻ, നിങ്ങളിതെല്ലാം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം, അവർക്കുള്ള ട്രെയിനിങ് കരിക്കുലം ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചലഞ്ചസാണ്, ഇതൊന്നും സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല. പക്ഷേ നമ്മളിത് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കയറി വരേണ്ട കടമ്പകളാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് ഒന്ന്. മൂന്നാമത്തത് എൻ്റെ സൊസൈറ്റിക്കുള്ള ഒരു കാഴ്ചപ്പാട്. അതായത് നമ്മുടെ രക്ഷിതാക്കൾ, കുട്ടികൾ, ടീച്ചേഴ്സ്, നമ്മളെല്ലാം ശീലിച്ച് വന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. പരീക്ഷയ്ക്ക് പഠിക്കുന്നു, ആൻസേഴ്സ് എഴുതുന്നു, മാർക്ക് വാങ്ങുന്നു, മാർക്ക് ടോട്ടൽ ഔട്ട് ചെയ്യുന്നു, നിങ്ങൾ ക്ലാസ്സിൽ എത്രാമനാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ പഠിച്ചു വന്നത്. എക്സ്ക്യൂസ് മീ. പക്ഷേ ആ സിസ്റ്റത്തിൽ നിന്നും കംപ്ലീറ്റ്ലി മാറുകയാണ്, പുതിയൊരു ചേഞ്ചാണ്. കുട്ടിയെ പല മേഖലകളിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ രക്ഷിതാക്കൾ അക്സെപ്റ്റ് ചെയ്യണം, ഓക്കെ എൻ്റെ മകൻ ഇന്ന സബ്ജക്റ്റുകൾ പഠിക്കുന്നതിൽ മിടുക്കനല്ല, പക്ഷേ അവൻ സ്പോർട്സിൽ ഗംഭീരമാണ്, അവൻ സ്പോർട്സിൽ മിടുക്കനാണ്. അല്ലെങ്കിൽ അവൻ സ്പോർട്സ് അത്ര താല്പര്യമില്ല, അവൻ സയൻസിൽ മിടുക്കനാണ്, അവൻ ഫിസിക്സ് ഏരിയയിലാണ് അവൻ്റെ ഫോക്കസ് അത്രയും, അല്ലെങ്കിൽ മാത്സിലാണ് അവൻ്റെ ഫോക്കസ്, മാത്സിന് അവൻ മിടുക്കനാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ആ രീതിക്കനുസരിച്ച് പെരുമാറാനും അഡ്ജസ്റ്റ് ചെയ്യാനും രക്ഷിതാക്കൾ തയ്യാറാവണം. അത് വലിയൊരു ചലഞ്ചാണ്. നമുക്ക് ഒരു വളരെ പെട്ടെന്ന് രക്ഷിതാക്കളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ സ്വാഭാവിക രക്ഷിതാക്കൾ അതിനകത്ത് കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല. കാരണം അവർ ചിന്തിക്കുന്നത് എൻ്റെ കുട്ടി ഈ സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവനെ നല്ല രീതിയിൽ അവൻ വളർന്നു വരുമോ, അല്ലെങ്കിൽ അവൾ വളർന്നു വരുമോ എന്നുള്ള ഒരു ചിന്തയായിരിക്കും അവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ആ ഒരു പേടി മാറ്റി ഇത് കൂൾ ആൻഡ് കാമാണ് എന്നുള്ള നിലയിൽ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അവരെ എത്രമാത്രം ബോധവൽക്കരിക്കാനായി നമുക്ക് സാധിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ അകത്തുള്ള കുറച്ച് ഫാക്ടേഴ്സ്. ഇനി വേറൊന്ന് ഇതിൻ്റെ അകത്തുള്ള എഡ്യൂക്കേഷൻ ലാംഗ്വേജ് തിങ്ങാണ്. അതായത് 3 ലാംഗ്വേജ് പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ. ഇത് കേരളത്തിനെ സംബന്ധിച്ച് വലിയ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാര്യം നമ്മുടെ നാട്ടിൽ ഹിന്ദിക്കെതിരെ അങ്ങനെ ഒരു വർജ്യതയൊന്നുമില്ല. ഹിന്ദി നമ്മുടെ ഭാഷയാണ്, നമ്മൾ പഠിക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിലുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാം അപ്രോച്ച്. പലർക്കും സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വായിക്കാനും എഴുതാനും നല്ലപോലെ അറിയായിരിക്കും. കാര്യം 1ാം ക്ലാസ് മുതൽ, എനിക്കൊന്ന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മൾ ഹിന്ദി ക്ലീനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതും 10ാം ക്ലാസ്സിൽ വേണമെങ്കിൽ നമുക്ക് മലയാളം സെക്കൻഡിന് പകരം അഡീഷണൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മലയാളത്തിന് പകരം ഹിന്ദി എടുത്ത് പഠിക്കാമെന്നുള്ള ഓപ്ഷൻ പോലും ഉണ്ട്. എന്നാൽ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇതൊരു വലിയ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അവർക്ക് ഹിന്ദി പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ് അവരുടെ അപ്രോച്ച്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രോബ്ലം അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾക്ക് എത്രമാത്രം ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും അത്രമാത്രം ലാംഗ്വേജസ് അവരെ കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ജർമ്മനും ഫ്രഞ്ചും എല്ലാ ലാംഗ്വേജസും പഠിപ്പിക്കുക. കാര്യം നമ്മളൊരു മീറ്റിംഗ് റൂമിലോട്ട് വാക്ക് ഇൻ ചെയ്യുമ്പോഴത്തേക്കും ആ മീറ്റിംഗ് റൂമിനകത്തുള്ള ആൾക്കാരുടെ ഭാഷയിൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തരുന്ന ഒരു എക്സ്ട്രീം അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഭയങ്കരമാണ്. അതൊരു പക്ഷേ ഇംഗ്ലീഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ജാപ്പനീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മാൻഡറിൻ ആയിരിക്കാം, ചൈനീസ് ഭാഷ, നമുക്കറിഞ്ഞൂടാ. അതുകൊണ്ട് എന്തുമാത്രം ഭാഷകൾ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുമോ അത്രയും മാത്രം ഭാഷകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു
പോളിസി ആ കാര്യത്തിൽ. നമ്മൾ മലയാളവും പഠിക്കണം, അത് തീർച്ചയായിട്ടും നമ്മുടെ മാതൃഭാഷയാണല്ലോ മലയാളം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ള ചലഞ്ചസ്, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത്. സ്റ്റേറ്റുകൾക്ക് പലരുടെയും പേടി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലോട്ട് ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ ഫുൾ കേന്ദ്രത്തിൻ്റെ അടുത്താകുമോ എന്നുള്ളതാണ് കാര്യം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മറ്റൊരു കാര്യം സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ കംപ്ലീറ്റ് ഒറ്റ ഏജൻസിയാക്കി മാറ്റുവാണ്. അതായത് ഈ UGC, പിന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE, അതെല്ലാം പോവുകയാണ്. ഇനി ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സെൻട്രൽ ഏജൻസി വരുവാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റേറ്റുകൾക്കുള്ള പേടിയെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റായി സ്റ്റേറ്റ് അഫേഴ്സിൽ വരുമെങ്കിലും ഇതിൻ്റെ പിന്നെ കൺട്രോൾ ഫുൾ കേന്ദ്രത്തിൻ്റെ അടുത്താകുമോ എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ചലഞ്ചസ് എല്ലാം. ഇനി എന്തിനാണ് കേരളം ഇത്രയും നാൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്നും വിട്ടുനിന്നിട്ട് ഇപ്പോൾ സൈൻ ചെയ്തത്? ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം ഇന്ത്യയിലുള്ള ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ഇതിലോട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനോട് വിമുഖത പ്രഖ്യാപിച്ച് ഇതിൽ സൈൻ ചെയ്യാതിരുന്ന പ്രധാന സംസ്ഥാനങ്ങളായിരുന്നു ഒന്ന് കേരളം, മറ്റൊന്ന് തമിഴ്നാട്, പിന്നെ ഒന്ന് വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 3 സംസ്ഥാനങ്ങൾ സൈൻ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഇതിലോട്ട് വരണ്ട എന്നുള്ള അപ്രോച്ചിലായിരുന്നു. എന്നാൽ കേന്ദ്രം അവരുടെ കൺട്രോൾ ഞാനൊന്ന് ഉറക്കെ വലിച്ചപ്പോഴത്തേക്ക് നമ്മൾ കേരളം പെട്ടുപോയി. കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഫണ്ട് അലവൻസ് ഏതാണ്ട് 1200 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൊടുക്കാതെ പിടിച്ചു വച്ചിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പിട്ടാൽ മാത്രമേ, അല്ലെങ്കിൽ അതിൽ ചേർന്നാൽ മാത്രമേ ഈ ഫണ്ട് റിലീസ് ചെയ്യൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ കേന്ദ്രം ഉണ്ടാക്കി. അങ്ങനെ നിവർത്തി കെട്ടാണ് ശരിക്കും പറഞ്ഞാൽ കേരളം ഇതിനകത്ത് സൈൻ ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അപേക്ഷിച്ച് എഡ്യൂക്കേഷണൽ സിസ്റ്റം പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിൽ അഡ്വാൻസ്ഡ് ആണ്. കുട്ടികളുടെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് ആയാലും ശരി, അവരുടെ ഒരു ലേണിംഗ് കർവ് ആയാലും ശരി, എല്ലാം ഹൈലി അഡ്വാൻസ്ഡ് ആയ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇങ്ങനെ ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന സംസ്ഥാനമായ കേരളത്തിൽ ഫണ്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉള്ള ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിപ്പോവും. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കാം അതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ അവർക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഈ വള്ളി പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും കേരളം പെട്ടുപോയി എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി സൈൻ ചെയ്തു എന്നുള്ളത്. എന്നാൽ നമ്മൾ സൈൻ ചെയ്യണമായിരുന്നു എന്നുള്ള, ഇപ്പം ഫണ്ടെല്ലാം കിട്ടിയിരുന്നു എന്നാലും നമ്മൾ സൈൻ ചെയ്യാതെ ഇരുന്നിരുന്നുവെങ്കിൽ അത് വളരെ മോശമാണ്. കാര്യം എല്ലാ കാലത്തും നമ്മുടെ സിലബസുകളും, നമ്മുടെ കേരളത്തിലെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. പൊതുവിൽ മറ്റു ഭാഗങ്ങളിലുള്ള കുട്ടികളെ അപേക്ഷിച്ച് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അതായത് സ്പോക്കൺ ഇംഗ്ലീഷിൽ കുറച്ച് കുറവുകളുണ്ട് എന്നിരുന്നാൽ കൂടിയും ബാക്കിയുള്ള മേഖലകളിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു കരിക്കുലം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പണായിട്ട് ICSE സ്കൂളുകൾ, CBSE സ്കൂളുകൾ, സ്റ്റേറ്റ് സിലബസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു, പിന്നെ ഹയർ എൻഡിലോട്ട് മാറ്റുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ആ സിലബസൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോൾ ഇത്ര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിത് വേണ്ട, ഇത് രാഷ്ട്രീയപരമായി നമുക്കെതിരാണ് എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് വലിയ അബദ്ധമാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും സൈൻ ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മളെ ഈ കേന്ദ്രം ഈ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളെ പെടുത്തിയതും അത്ര ശരിയായ ഒരു നിലപാടല്ല. കാര്യം അതൊരു ഫെഡറൽ സ്റ്റേറ്റ് സംവിധാനത്തിന് ചേർന്ന ഒരു പരിപാടിയല്ല. ഫണ്ട് കൊടുക്കാതിരുന്നിട്ട് അവസാനം പേടിപ്പിടിച്ച് ഒപ്പിടിപ്പിക്കുന്ന ഒരു രീതി. എന്തായാലും ഒപ്പിട്ടു. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് വളരെ പ്രധാനമായി പറയേണ്ട ഒരു കാര്യം, 30% ഓഫ് ദ സിലബസ് മാത്രമേ ഈ ഒപ്പിടലിലൂടെ കേന്ദ്രത്തിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 70% ഓഫ് സിലബസ് കേരളമാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് സിലബസിലുള്ള പ്രത്യേകത? അവിടെയാണ് ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, ടെക്സ്റ്റ് ബുക്ക് അപ്ഡേറ്റിലൂടെ ശരിക്കും എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കടന്നു വരുന്നത്. എന്തായാലും നമുക്ക് അതിലേക്ക് പോവാം. അതായത് ഈ ടെക്സ്റ്റ് ബുക്കുകൾ, NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് വന്നത് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിലാണ്. കാര്യം ഈ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിലുള്ള അപ്ഡേറ്റുകൾ, ഞാൻ +2 ഹിസ്റ്ററി പഠിച്ച ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് 10ാം ക്ലാസ് വരെയുള്ള ഹിസ്റ്ററി ഇൻഫർമേഷൻ മാത്രമേ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനപ്പുറത്തുള്ള ടെക്സ്റ്റ് ബുക്കുകളും, പ്രത്യേകിച്ച് ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ കണ്ടിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട് പഠിച്ച സബ്ജക്റ്റാണ് ഹിസ്റ്ററി. ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ഒരു 35-40 മാർക്ക്, അല്ലെങ്കിൽ ഒരു 30-40 ആ റേഞ്ചിലാണ് എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിക്ക് മാത്രമേ എനിക്ക് എപ്പോഴും 48-49 കിട്ടിയിരുന്ന ഒരു സബ്ജക്റ്റാണ്. അത് കാണാൻ പഠിച്ചതൊന്നുമല്ല, വളരെ ഡീപ്പായിട്ട് വായിച്ച് മനസ്സിലാക്കി കണക്ട് ചെയ്ത് പഠിച്ച് ഇഷ്ടം കൊണ്ട് പഠിച്ച്
എഴുതിയിരുന്നൊരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. അപ്പോൾ ഈ ഹിസ്റ്ററി സബ്ജക്റ്റിൽ നമ്മൾ കേരളത്തിൻ്റെ സിലബസ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇച്ചിരി ഡിഫറെൻ്റാണ്. നമ്മൾ പലപ്പോഴും വളരെ സെൻസിറ്റീവായ ടോപ്പിക്കുകൾ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്താറില്ല. പ്രത്യേകിച്ചും വയലൻ്റ് ആയുള്ള സംഭവങ്ങൾ സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്താറില്ല. അത് ഇന്ത്യൻ ചരിത്രത്തിനെ പറ്റി മാത്രമല്ല, ലോക ചരിത്രത്തിനെ പറ്റിയുള്ള സംഭവത്തെയല്ല. ഇപ്പോൾ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, ഇതിലൊക്കെ വലിയ കുരുതി നടന്ന കാര്യങ്ങളാണ്. പക്ഷേ വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിരുന്നത്. 10ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിലായാൽ പോലും ഈ ഇമ്മീഡിയറ്റ് കോസാണ്, പിന്നെ ഹിറ്റ്ലറുടെ അധിനിവേശം, അതിനെപ്പറ്റിയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റഷ്യയിൽ തന്നെ ഉള്ള റവല്യൂഷൻ 1917 തോന്നുന്നു. ആ റവല്യൂഷന് ശേഷം നടന്ന സംഭവ വികാസങ്ങളെ പറ്റിയും നമ്മൾ പരാമർശിക്കുന്നതേ ഇല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ചബേക്കർ സഹോദരന്മാർ, ഒരു അമ്മയുടെ 3 മക്കളാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കുന്നതിലൂടെ 3 പേരും തൂക്കിലേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പേരാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ. പക്ഷേ നമ്മുടെ പുസ്തകങ്ങളൊന്നും ചബേക്കർ സഹോദരന്മാരുടെ ഒരു മെൻഷൻ ഉണ്ടാവില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അത്ര സെൻസിറ്റീവായിട്ടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ മെൻഷൻ ചെയ്യും. നമ്മൾ ബോംബെ റയോട്ട്സ് ഒന്നും ഹിസ്റ്ററി പുസ്തകങ്ങളിൽ മെൻഷൻ ചെയ്യാറില്ല. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള മതപരമായ ലഹളമൊന്നും നമ്മൾ മെൻഷൻ ചെയ്യില്ല. മെൻഷൻ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപ്രോച്ച്. കാര്യം 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതൊക്കെ വായിച്ചിട്ട് എന്താണ് എന്ന് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ഒരു നോളജ് ഉണ്ടാവണമെന്നില്ല. പെട്ടെന്ന് ഈ പ്രത്യേകിച്ച് മതപരമായ ലഹളകളൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഹിന്ദു മുസ്ലിം റയോട്ട് എന്നൊക്കെ വായിക്കുമ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ 10th സ്റ്റാൻഡേർഡ് അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി വരെയെങ്കിലും ഇതൊന്നും അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഷ്യം. NCERT ഇത്തവണ ടെക്സ്റ്റ് ബുക്ക് അപ്ഗ്രേഡുകൾ നടന്നപ്പോൾ 2002 നടന്ന ഗുജറാത്ത് റയോട്ട്സിൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് മാറ്റി. എലമെൻറ്റ്സ് കംപ്ലീറ്റ്. അപ്പോൾ അത് ഹിന്ദുത്വ അജണ്ട കൊണ്ടുവരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മറ്റ് സൈഡുകളിൽ നിന്നും വരുന്നുണ്ട്. ഞാൻ പക്ഷേ അതിന് എഗെയിൻസ്റ്റാണ്. അതൊരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമല്ല. അത് ഞാൻ റയോട്ടിനെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല. സ്കൂളുകളിൽ മതലഹളകളെക്കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇനി മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിൽ പലതും കട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും എന്തുമാത്രം കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +2-ൻ്റെ ഹിസ്റ്ററി ബുക്കുകൾ ഞാൻ കണ്ടിട്ടില്ല, ഡിഗ്രിയുടെ ഹിസ്റ്ററി ബുക്കുകൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സ്കൂളുകളിലുള്ള NCERT എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് പബ്ലിഷ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്സ് ഒന്നുകിൽ അത് നമുക്ക് അതുപോലെ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ബുക്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റിലൊക്കെ സാധാരണ ടെക്സ്റ്റ് ബുക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ NCERT പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റ് ബുക്കിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാര്യങ്ങൾ ഒരുപാട്, ഡൽഹി സുൽത്താനേറ്റ് മുഗൾ എംപയറല്ല, ഡൽഹി സുൽത്താനേറ്റ് കംപ്ലീറ്റ് മാറ്റി. മുഗൾ എംപയറിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് ഡൽഹി സുൽത്താനേറ്റൊന്നും മാറ്റാൻ പാടില്ല. കാര്യം ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ ചരിത്രമാണ്. നമ്മൾ 300 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെ പുറകോട്ട് പോയി മാറ്റാൻ നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു സംഭവമില്ല. അന്ന് മുഗളരായിട്ടുള്ള ആൾക്കാർ, ബാബർ പുറത്തു നിന്ന് വന്നു, ഇന്ത്യ ആക്രമിച്ചു, ഇന്ത്യ കീഴ്പ്പെടുത്തി, അവരിവിടെ റൂൾ ചെയ്തു. അത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ ഭാഷ. നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് യാതൊരുവിധ മാറ്റവും കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഹിസ്റ്ററി ഹാപ്പൺ, യു കനോട്ട് ചേഞ്ച് ദാറ്റ്. വി ഓൾറെഡി പാസ് ദാറ്റ് സ്റ്റേജ്. നമ്മളൊരു പുതിയ കാലത്തിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇനി വേറൊരു കൺസേൺ, ഇത് വലിയൊരു കൺസേണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹിസ്റ്ററിയിൽ നിന്നും ഈ മുഗൾ എംപേഴ്സിൻ്റെ സംഭവങ്ങൾ മാറ്റി അതിൻ്റെ അകത്ത് കൂടുതൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത്. ശരിക്കും 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ബാക്കിയുള്ള ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസിൻ്റെ എമൗണ്ട് വളരെ കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മറാത്ത എംപയറാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലോട്ടും കേരളത്തിലോട്ടും ഒരു പരിധിവരെ കർണാടകത്തിലോട്ടും മുഗൾ എംപയർ വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം അത്ര സ്ട്രോങ് ആയിരുന്നു മറാത്താസ്. ഈ മറാത്ത ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ ഇന്ത്യ മൊത്തം കൺസോളിഡേറ്റ് ചെയ്താണ്, ഒറ്റയ്ക്ക് ഒരു വലിയ എംപയറാക്കി ഭരിച്ചത്. പക്ഷെ നമ്മൾ മറാത്താസിനെ പറ്റി ഛത്രപതി ശിവജിക്ക് അപ്പുറം യാതൊരുവിധ ഇൻഫർമേഷനും നമ്മൾ 10th വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിലില്ല. അതും 10th വരെയുള്ള ടെക്സ്റ്റ് ബുക്കിൽ പോലും വളരെ കുറച്ച് മാത്രമേ നമ്മൾ മറാത്താസിനെ പറ്റി പഠിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ മൗര്യാസ്, ശതവാഹനാസ്, കനിഷ്ക, ഐ തിങ്ക് കനിഷ്കാണെന്ന് തോന്നുന്നു,
അങ്ങനെയുള്ള ആ ഏജിലുള്ള ചന്ദ്രഗുപ്ത മൗര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇന്തോനേഷ്യ വരെയുള്ള നേവൽ ഫോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആളാണ്. പിന്നെ ഈ രാജരാജ ചോഴനൊക്കെ നമ്മുടെ ഹിസ്റ്ററി ബുക്കുകളിൽ ഉണ്ട് എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ചന്ദ്രഗുപ്ത മൗര്യയല്ല ഞാൻ, രാജരാജ ചോഴനാണ് ഈ നേവൽ ഫോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ കഴിഞ്ഞ കാലങ്ങളിലുള്ള സർക്കാർ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾക്കനുസരിച്ച് മാറ്റി നിർത്തിയിരുന്നു. നമ്മളെ ഈ ഡീറ്റെയിലിംഗ് കൊടുക്കാതെ ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ മാറ്റി നിർത്തിയിരുന്നു. നമ്മുടെ പിന്നെ ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിളിൽ ഝാൻസി റാണിക്കപ്പുറം നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഉള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഒന്നും തന്നെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഝാൻസി റാണി, സരോജിനി നായിഡു അങ്ങനെയുള്ള കുറച്ച് പേരുടെ പേര് അവിടെ ഇവിടെയൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നതല്ലാതെ അധികം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന് ഇമ്പോർട്ടൻസ് കൂട്ടുന്നു, മുഗൾ എംപയറിൻ്റെ ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. എല്ലാ കാലഘട്ടത്തിലുമുള്ള ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ പറയുക, എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുക. ഒന്ന് കുറയ്ക്കുകയോ ഒന്ന് കൂട്ടേണ്ടതൊന്നും കാര്യമില്ല. കാര്യം ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രമാണ്. ചരിത്രപരമായ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതാണ്. നമുക്കതിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഇതൊരു വലിയ ഫാക്ടറാണ്. ഇതൊന്നും ശരിക്കും എന്നെ പിന്നെ റിയലി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. കാര്യം ചരിത്രം സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരിക്കും. നമുക്ക് കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കാം, അവർക്ക് വായിച്ച് മനസ്സിലാക്കാം. ഗൂഗിൾ പോലുള്ള ഡേറ്റ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ചെറുതാക്കിയും വലുതാക്കിയും കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. കുട്ടികൾ എപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും, അവർ കൂടുതൽ ഇൻഫർമേഷൻ തേടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പരിപാടി. പിന്നെ എന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതലും വേദനിപ്പിച്ച ഒരു കാര്യം, ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ കാണാനായിട്ട് സാധിച്ചു. എന്തൊരു റോങ് മൂവാണത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാമായണത്തിനെയും മഹാഭാരതമൊക്കെ നമ്മൾ കേൾക്കുന്നു. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ റെസ്പെക്റ്റ് ഉണ്ട്. നമുക്ക് ആ കഥകൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ വായനകളുടെ സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ ഈ കഥകൾ എന്നെ പറഞ്ഞ് തുടങ്ങുന്നിടത്തു നിന്നാണ് ഞാൻ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതല്ല. സോ മഹാഭാരത രാമായണം നമ്മുടെ കോർ സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ സയൻസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാം കുട്ടികളുടെ മുന്നിലേക്ക്, ഒക്കെ മഹാഭാരതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ പുഷ്പ വിമാനമാണ് ആദ്യത്തെ വിമാനം, റൈറ്റ് ബ്രദേഴ്സ് അല്ല വിമാനം ഫ്ലൈ ചെയ്തതെന്ന് പഠിപ്പിക്കുന്നത് മണ്ടത്തരമാണ്. അത് നമ്മൾ ഒരു കുട്ടികളുടെ മേൽ എന്തുമാത്രം റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്ന് ആലോചിക്കുക. പുഷ്പവിമാനം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷേ റൈറ്റ് ബ്രദേഴ്സ് ശരിക്കും വിമാനം പറത്തിയതാണ്. പിന്നെ നോർത്ത് കരോലിനയിലുള്ള അമേരിക്കയിലെ നോർത്ത് കരോലിന എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ശരിക്കും വിമാനം പറത്തിയതാണ്. അപ്പോൾ അത് ഒരു റിയൽ ട്രൂത്താണ്. ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുണ്ടായത് ഏപ്സിൽ നിന്നാണ്. അല്ലാണ്ട് നമ്മൾ പിന്നെ മഹാഭാരതത്തിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. ആ ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുക. പക്ഷേ മോഡേൺ സയൻസ്, മോഡേൺ ഹ്യൂമൻസ് ഇത്തരം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ പറയാനുള്ള ആർജവം കാണിക്കണം. ആർജവം കാണിക്കുക എന്നല്ല, അങ്ങനെ പറയുക തന്നെ വേണം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കും കുട്ടികൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ. എന്തുമാത്രം ഈ ചേഞ്ചസ് നിങ്ങൾ കാണുന്ന ആൾക്കാർ ഇത്തരം ചേഞ്ചസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയും. കാര്യം ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒന്നും കോപ്പി എനിക്ക് നെറ്റിൽ കിട്ടാനായിട്ട് സാധിക്കില്ല. PDF ഫയലുകളൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വായിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസാണ്. പിന്നെ ഉറുദു, അറബിക് ലാംഗ്വേജുകളുടെ ലിസ്റ്റിൽ നിന്നും മാറ്റുന്നു, സംസ്കൃതം കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ആസ്പെക്റ്റാണ്. സംസ്കൃതം ഒരു നല്ല ഭാഷയാണ്, ഇന്ത്യയുടെ ഭാഷയാണ്, നമ്മൾ കുട്ടികളെല്ലാം പഠിക്കണം. പക്ഷേ ആ ഭാഷ കൊണ്ടുവരുന്നതിനോടൊപ്പം നമ്മൾ വേറെ ലാംഗ്വേജുകൾ എടുത്തു മാറ്റണ്ട. അറബിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വെൽത്ത് മൊത്തം വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ദുബായ് അല്ലെങ്കിൽ അറബ് എമിറേറ്റ്സ്. അറബിക് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വലിയൊരു ഓപ്പണിംഗ് കുട്ടികൾക്ക് കിട്ടുവാണ്. പിന്നെ വേൾഡിലെ ഏറ്റവും വലിയ ബിസിനസ് ലീഡേഴ്സും ബിസിനസ് മാഗ്നറ്റുകളും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ അങ്ങനെ വേണം പല കാര്യങ്ങളും ചിന്തിക്കാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള അജണ്ടകൾ കുറേയൊക്കെ ഒരു ഹിന്ദു അജണ്ട ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഇതിന് മുമ്പുള്ള സർക്കാരുകൾ അവരുടെ അജണ്ടകളുണ്ടായിരുന്നു, അവർ ആ അജണ്ടകൾ പുഷ് ചെയ്തു. ഇപ്പോഴത്തെ സർക്കാർ വന്നിട്ട് ഇവരുടെ അജണ്ടകൾ ഇവർ പുഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ഗൂഗിളും ഇൻ്റർനെറ്റും ഒക്കെ ഉള്ളിടത്തോളം കാലം ഒരു പരിധിക്കപ്പുറത്തൊന്നും വർക്കാവില്ല. നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ
നമുക്ക് വായിച്ച് മനസ്സിലാക്കണം. രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ഈ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന ഇതല്ല, ഇതും കൂടെ ഉണ്ട്, അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളെ. ഈ പുരാണങ്ങളിലുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നതിന് യാതൊരു മിസ്റ്റേക്കും ഇല്ല. നമ്മുടെ ഇന്ത്യയുടെ ഒരു ബ്രീത്തിങ് ലൈനാണ് ഈ മഹാഭാരതവും രാമായണവും എല്ലാം. ഇതെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കുന്ന മനസ്സിലാക്കണം എന്നുള്ളത് നല്ലതാണ്. അതൊരു മതപഠനമായിട്ടൊന്നുമല്ല, പക്ഷേ ഒരു ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല പ്രിൻസിപ്പിൾസ് എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്. അത് അത്തരം പ്രിൻസിപ്പിൾസായിട്ട് പ്രസൻറ്റ് ചെയ്യണം, മതമായിട്ട് പ്രസൻറ്റ് ചെയ്യരുത്, പ്രിൻസിപ്പിൾസായിട്ട് പ്രസൻറ്റ് ചെയ്യുക. എന്നിട്ട് കുട്ടികൾക്ക് ഇതാണ് കാര്യം എന്നുള്ളത്. അപ്പോൾ അവർ ആ കഥകളൊക്കെ വായിച്ച് മനസ്സിലാക്കട്ടെ, ഏത് മതത്തിൻ്റെ എന്നുള്ളതല്ല. അല്ലാണ്ട് സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പുതിയ ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഹ്യൂമൻ എവല്യൂഷൻ എങ്ങനെ പഠിക്കാനാണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം ഒപ്പിട്ടപ്പോൾ 70% ഓഫ് ദ സിലബസ് കൺട്രോൾ കേരളത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിലബസും നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് തന്നെ അതിനകത്തുള്ള ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ വളരെ മോഡേൺ തിങ്കിങ് ആയ ഒരു സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം സിലബസ് കൊണ്ടുവരാനായി നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു തർക്കവുമില്ല. ഇനി നമ്മൾ നമ്മുടേതായ രാഷ്ട്രീയം അതിൻ്റെ അകത്ത് കൊണ്ടുവരാതിരുന്നാൽ മാത്രം മതി. പല കാലഘട്ടങ്ങളിലും റൂൾ ചെയ്തിരുന്ന പാർട്ടികൾ അവരുടെ രാഷ്ട്രീയം അവരിലേക്ക് പാഠപുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലോകം വളരെ വലുതാണ്. ലൈക്ക് എക്സെപ്ഷണലി ഓപ്പൺ ആയ ഒരു ലോകമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കാര്യങ്ങളിൽ ഈ വരുന്ന ഒരു 50 വർഷം ലോകത്തിന് എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൽ ഇന്ത്യയുടെ റോൾ നാം ഈ വീഡിയോയിലുള്ള 2 മിനിറ്റിൽ പറയുന്നതിനും അപ്പുറമായിരിക്കും. സോ നിങ്ങളെല്ലാം ആ റോളിൻ്റെ ഒരു ഭാഗമാകാൻ പോവുകയാണ്. സോ ബി ഓപ്പൺ ടു ദ വേൾഡ്, ലേൺ എവറിത്തിങ് യു ക്യാൻ. അതാണ് കുട്ടികളുടെ അടുത്തുള്ള എൻ്റെ ഒരു മെസ്സേജ്. രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്, കുട്ടികൾ എന്താണ് പഠിക്കുന്നതെന്ന് നോക്കുക. മതത്തിനും ജാതിക്കും വിശ്വാസങ്ങൾക്കും വെളിയിൽ നിന്ന് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ നോക്കുക. ചരിത്രമായി പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഒരു പിന്നെ അവലോകനം അവർ നടത്തട്ടെ. ഇതാണ് ഹിസ്റ്ററി, ദിസ് ഈസ് വാട്ട് ഹാപ്പൺ എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഈ ഫുൾ പ്രോഗ്രാമിൻ്റെ സക്സസ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പണ്ട് പറഞ്ഞ പോലെ മാതാപിതാ ഗുരു ദൈവം എന്നാണ്. സോ ദൈവത്തിനും മുന്നേ ഉള്ള സ്ഥാനമാണ് ഗുരുവിന്. മമ്മൂട്ടി ഒരു സിനിമയിൽ പറയുന്ന പോലെ പറന്നു പോകുന്ന പട്ടത്തിൻ്റെ ഒരു കൺട്രോൾ ചെയ്ത് പറത്തുന്ന ചരടാണ് ടീച്ചേഴ്സ്. സോ എൻ്റെ പുരാതന സക്സസ് ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്നുള്ള മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതാണ്ട് മണിക്കൂറിന് മേലെ ഉണ്ട് വീഡിയോയുടെ നീളം. അത് കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നുകൊണ്ടാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിരിക്കും.